തിരുവനന്തപുരം നെടുമങ്ങാട് മൊത്തവ്യാപാര വിപണിയിൽ എത്തിക്കുന്ന പച്ചക്കറികൾ ഹോർട്ടികോർപ്പ് എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷകർ നടത്തിയ സമരം അവസാനിപ്പിച്ചു. അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ഹോർട്ടികോർപ്പ് ഏറ്റെടുക്കുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. വിപണിയിൽ എത്തിക്കുന്ന മുഴുവൻ പച്ചക്കറികളും ഹോർട്ടികോർപ്പ് എടുക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. നമ്മുടെ ഈ നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ എടുക്കുന്ന, അതായത് മെയിൻ ട്രേഡർ എന്ന് പറയുന്ന ഹോർട്ടികോർപ്പാണ്. അതൊരു സർക്കാർ ഉത്തരവ് തന്നെയുണ്ട്. മറ്റ് ട്രേഡേഴ്സ് എടുത്തു പോയതിനു ശേഷം അവശേഷിക്കുന്ന പച്ചക്കറികൾ എത്രയുണ്ടെങ്കിലും അത് മോശം ക്വാളിറ്റിയിലുള്ളതല്ല, നല്ല ഗ്രേഡിലുള്ള പച്ചക്കറികൾ മുഴുവനും അടിസ്ഥാന വിലയ്ക്ക് ഹോർട്ടികോർപ്പ് കൊണ്ടുപോകണം എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും കർഷകർ കാർഷിക ഉൽപ്പന്നങ്ങളുമായിട്ടെത്തി. അപ്പോൾ ഹോർട്ടികോർപ്പ് ആ സാധനങ്ങൾ എടുക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. അല്ല, ഹോർട്ടികോർപ്പ് പറയുന്നത് ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. ഇപ്പോൾ ഈ കമ്പനിയുടെ സാധനം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു മാർക്കറ്റായിരുന്നു. അപ്പോൾ ഇതിനെ കാപ്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കീഴിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാപ്കോയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മന്ത്രിക്കൊക്കെ പരാതി കൊടുത്തതാണ്. അതിൻ്റെ പേരിൽ ഒരു ചർച്ചയൊക്കെ ഇവിടെ നടത്തി. അന്ന് ഇത് അഡ്രസ് ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യമില്ല, നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സുരക്ഷിതത്വം കൂടുതൽ മെച്ചപ്പെടുത്താനാണ് കാപ്കോ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ മെച്ചപ്പെടുത്തലാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ കാണുന്നത്.